നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 2-ലെ കടങ്കഥ എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വാമൊഴിയിലൂടെ തലമുറകളായി കൈമാറിയ ഭാഷാ വ്യവഹാര രൂപമാണ് കടങ്കഥ. രൂപം കൊണ്ട് തന്നെ ചിന്താപ്രക്രിയ ഉറപ്പാക്കുന്ന വ്യവഹാര രൂപമാണിത്. ഉന്നയിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തിരിച്ചറിയുമ്പോഴാണ് കടങ്കഥയുടെ കാവ്യഭംഗി ആസ്വദിക്കാനാവുക. നേരിട്ട് പറയാതെ ഒരു വസ്തുവിനെക്കുറിച്ച് ചുരുക്കം സൂചനകൾ ഇവിടെ പറയുന്നതിനാൽ കടങ്കഥയ്ക്ക് കവിതയോട് രൂപപരമായ അടുപ്പമുണ്ട്. മുത്തച്ഛനും കുട്ടികളും തമ്മിൽ നടക്കുന്ന കടങ്കഥ കേളിയാണ് നർമ്മമധുരമായി കടങ്കഥ എന്ന കഥയിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പാഠഭാഗം വായിക്കാം. കടങ്കഥകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഒരു കഥ വായിക്കാം. കടങ്കഥ. ഒഴിവു നേരങ്ങളിൽ കടങ്കഥ ചൊല്ലിക്കളിക്കുന്നത് നാട്ടുശീലമാണ്. പണ്ടൊരിക്കൽ ഒരു മുത്തച്ഛനും കുട്ടികളും ചേർന്ന് നടത്തിയ ആ കടങ്കഥ കളിയാണ് ഈ കഥ. കടങ്കഥകളുടെയും കുസൃതി കഥകളുടെയും ആശാനാണ് മുത്തച്ഛൻ. അവയിൽ പലതും ഏറെ രസകരവും. അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും കുട്ടികൾ മുത്തച്ഛൻ്റെ ചുറ്റും തടിച്ചുകൂടും. കഥകൾ പറഞ്ഞു തരാൻ മുത്തച്ഛനും ഏറെ താല്പര്യമാണ്. മുത്തച്ഛൻ കഥകളുടെ കെട്ടഴിക്കും. കടങ്കഥകളോട് അദ്ദേഹത്തിന് പ്രത്യേകമൊരു ഇഷ്ടമുണ്ട്. തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ മുന്നിലിരിക്കുന്ന കുട്ടികളോടായി മുത്തച്ഛൻ ചോദിക്കും, ഞെട്ടില്ല വട്ടയില? പപ്പടം. ചോദ്യം തീരും മുമ്പേ വരും കുട്ടികളുടെ ഉത്തരം. മുറ്റത്തെ ചെപ്പിനടപ്പില്ല? കിണർ. ഇട്ടാ പൊട്ടും ഇംഗ്ലീഷ് മുട്ട? കടുക്. കാള കിടക്കും കയറോടും മത്തനും മത്തൻ ചെടിയും. അടിക്കാത്ത മുറ്റം ആകാശം. ഉച്ചിക്കുടുമൻ ചന്തയ്ക്കു പോയി കൈതച്ചക്ക. കറിക്കു മുമ്പൻ ഇലയ്ക്കു പിമ്പൻ കറിവേപ്പില. കിക്കിലിക്കം കിലികിലിക്കം ഉത്തരത്തിൽ ചത്തിരിക്കും താക്കോൽ കൂട്ടം. പിന്നാലെ വന്നവൻ മുന്നാലെ പോയി പല്ല്. കടങ്കഥ ചോദിച്ച് മുത്തച്ഛൻ ക്ഷീണിച്ചു. എല്ലാറ്റിനും എടുപിടിയെന്ന് ഉത്തരം പറഞ്ഞതിൻ്റെ സന്തോഷം കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞു. മുത്തച്ഛൻ ഒന്നിളകിയിരുന്നു. മുത്തച്ഛൻ തോറ്റു പിന്മാറി എന്ന് കരുതിയിരിക്കുകയായിരുന്നു കുട്ടികൾ. എന്നാൽ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു, നിങ്ങളെല്ലാം മിടുക്കരാണ് കേട്ടോ. നിങ്ങളോട് ചോദിച്ച് എൻ്റെ കയ്യിലുള്ള കടങ്കഥകളൊക്കെ തീർന്നു. ഇനി ഒരൊറ്റ എണ്ണമേ ബാക്കിയുള്ളൂ. ഇതുവരെയുള്ള കടങ്കഥകൾക്കൊക്കെ ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് ഇതുകൂടി പറയാൻ പറ്റുമോ എന്ന് നോക്കാലോ. മുത്തച്ഛൻ ചോദിക്ക്, ഞങ്ങൾ പറയാം. എങ്കിൽ കേട്ടോളൂ. തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി. ഉത്തരം പറ. മുത്തച്ഛൻ കടങ്കഥ പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞേ മുത്തച്ഛ, ഞങ്ങൾക്ക് വ്യക്തമായില്ല, കുട്ടികൾ ആവശ്യപ്പെട്ടു. തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി. ഉത്തരം പറ. കുട്ടികളുടെ മുഖത്തെ തെളിച്ചം മാഞ്ഞു. അവർ പരസ്പരം നോക്കി. ആർക്കും ശരിയായ ഉത്തരം പിടികിട്ടിയില്ല. ആദ്യമായി തങ്ങൾക്ക് തോൽവി പിണയുമോ എന്നവർ ശങ്കിച്ചു. മുത്തച്ഛനാണെങ്കിൽ വിജയിയുടെ ഭാവത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ തോറ്റുകൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഒരു ബിരുദൻ പറഞ്ഞു, ഉത്തരം ഞാൻ പറയാം. ആന. അത് ശരി, തലയില്ലാത്ത ആന ചെവിയാട്ടണത് കുട്ടി കണ്ടിട്ടുണ്ടോ? മുത്തച്ഛൻ ചോദിച്ചു. നാണിച്ച് പുളിച്ച് അവൻ തല താഴ്ത്തി. മറ്റു കുട്ടികൾ ആർത്തു ചിരിച്ചു. ഞങ്ങൾ തോറ്റു. ഇനി മുത്തച്ഛൻ ഉത്തരം പറ. കുട്ടികൾ പറഞ്ഞു. ഉത്തരം പറ. മുത്തച്ഛൻ ആവർത്തിച്ചു. ഞങ്ങൾക്കറിയില്ല. ഉത്തരം പറ. ഉത്തരം പറ. ഇതെന്താ മുത്തച്ഛൻ ഞങ്ങളെ കളിയാക്കുകയാണോ? കുട്ടികൾക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ എന്തിനാ നിങ്ങളെ കളിയാക്കണേ? ഉത്തരം പറയാന്ന് വെച്ചാൽ കടങ്കഥയുടെ ഉത്തരം പറ തന്നെയാണെന്ന്. മുത്തച്ഛൻ്റെ ഈ കുസൃതി കുട്ടന്മാർക്ക് ഇക്ഷപിടിച്ചു. നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും പുനരാഖ്യാനം ഡോക്ടർ കെ ശ്രീകുമാർ.
ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്